ആർച്ച് ബിഷപ്പ് ചക്കാലക്കലിനെ അനുമോദിക്കാനായി എം.വി. ഗോവിന്ദൻ, മുഹമ്മദ് റിയാസ് എന്നിവരൊക്കെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക്. നിങ്ങളോട് പ്രൈവറ്റ് വരാൻ വേണ്ടിയിട്ട് പിന്നെ അപ്പൊ താങ്ക് യു. അപ്പൊ ഇന്ന് കൂടെ നടത്തുന്നുണ്ട്. ഇന്നലെ അങ്ങനെ പോയി. നമ്മളിങ്ങനെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ലിജോ വർഗീസ് ചേരുന്നു. ലിജോ, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് അഭിനന്ദിച്ചിരുന്നു. അതിന് പിന്നാലെയാണിപ്പോൾ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ സന്ദർശിച്ചിരിക്കുന്നത്. എം.വി. ഗോവിന്ദനും മുഹമ്മദ് റിയാസുമൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ അവർ അവിടെ പറയുന്നുണ്ട്. ഇന്ന് അദ്ദേഹം പ്രത്യേകം ഒരു കാര്യം പറഞ്ഞതുകൂടി ഈ ഘട്ടത്തിൽ ഓർക്കണം എന്ന് തോന്നുന്നു. അധികാരത്തിലിരിക്കുന്നവരെ വെറുതെ പുകഴ്ത്തരുത്. എല്ലാവരും ഭരണത്തിലിരിക്കുന്നവരെ ഒത്തിരി പുകഴ്ത്തും. അതിൻ്റെ ഫലമായി അവർ ഒന്നും ചെയ്യാതെ വരും. അങ്ങനെ ആവശ്യത്തിന് പുകഴ്ത്തുകയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും വേണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഇന്ന് അത്തരം കാര്യങ്ങൾ ഇവരോടൊക്കെ പങ്കുവച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് അവിടെ അവർ സംസാരിച്ചത്, ലിജോ? അല്ലല്ല, അത് EPT കേബിൾ ഇപ്പോൾ പോകൂടാ രാവിലെ. പള്ളിയിൽ തന്നെയായിരുന്നു ഇന്നിപ്പോൾ കൂടിക്കാഴ്ച. ആ പള്ളിയുടെ അൾത്താരയ്ക്ക് മുൻപിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ എം.വി. ഗോവിന്ദൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഇവിടുത്തെ കോഴിക്കോട് ലത്തീൻ രൂപതയുടെ അതിരൂപത ആർച്ച് ബിഷപ്പിനെ കണ്ട് സംസാരിച്ചിരിക്കുന്നത്. അഭിനന്ദനങ്ങൾ അറിയിക്കാനായി അദ്ദേഹം ഇവിടെ എത്തിയത്. സ്വാഭാവികമായും ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഓശാന സന്ദേശം എന്ന നിലയിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും പറഞ്ഞു. ഒന്ന്, അധികാരത്തിലിരിക്കുന്ന ആളുകൾക്ക് അവരെ എപ്പോഴും പുകഴ്ത്തുന്ന ഘട്ടത്തിൽ പുകഴ്ത്തുന്നതോടൊപ്പം തന്നെ അവർക്ക് മറ്റു കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ എന്താണ് നടക്കുന്നത് മനസ്സിലാവില്ല എന്നുള്ള കാര്യമാണ്. മറ്റൊന്ന്, എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് ചേർന്ന് പരസ്പരം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ജീവിക്കുന്ന നാടാണ് കേരളം. അങ്ങനെ ഒരു നാട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷത്തിനുള്ള പ്രസക്തിയില്ല. അങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിയുകയും മാറ്റി നിർത്തുകയും വേണമെന്നുള്ള അദ്ദേഹം പറഞ്ഞിരുന്നു. ആ തരത്തിൽ വളരെ വ്യക്തമായ സന്ദേശം ഇന്ന് നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ